സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ റേഷൻ സർക്കാർ നൽകും. അതേസമയം കണ്ടെയ്നർ കടലിൽ മറിഞ്ഞതിനു ശേഷം മത്സ്യബന്ധന മേഖലയും തൊഴിലാളികളും വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനിടെയാണ് ട്രോളിംഗ് നിരോധനം കൂടി വരുന്നത് തങ്ങളെ വലിയ പ്രയാസത്തിലാക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാം. അതേസമയം ഇരട്ട വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കാരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഹാർബറുകളിലും ഫിഷിംഗ് ലാൻഡ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പ്രവർത്തനവും ഇന്നു മുതൽ നിലയ്ക്കും. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായാണ് എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. ഹാർബറുകളിലെയും ലാൻഡിംഗ് സെന്ററുകളിലെയും ഡീസൽ ബാങ്കുകളും ഇന്ന് അടയ്ക്കും. ഇൻബോർഡ് വള്ളങ്ങളിലേക്കുള്ള ഡീസലിനായി അതാത് ജില്ലയിലെ മത്സ്യഫെഡിന്റെ ഡീസൽ ബാങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും. നിയന്ത്രണങ്ങൾക്ക് വേണ്ടി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.